നമസ്തേ. ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ക്ഷേത്രങ്ങളുടെ വ്യവസായ നഗരമാണ് തൃശ്ശൂർ ജില്ല. അതിലെ കോർപ്പറേറ്റ് കേന്ദ്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. വ്യവസായികപരമായി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വൻപൻ പരസ്യങ്ങൾ നൽകിക്കൊണ്ടും വിദേശത്തു നിന്നും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങളെ ആകർഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പെരിങ്ങോട്ടുകര. ആ ക്ഷേത്രത്തിൻ്റെ വളർച്ചയോടുകൂടി ട്രസ്റ്റ് അംഗങ്ങൾ തമ്മിൽ പരസ്പരം പോർവിളിക്കുകയും പോലീസിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചാത്തൻ മഠമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. ഇപ്പോൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മറ്റൊരു വാർത്തയിലൂടെ ഇടം പിടിച്ചിരിക്കുകയാണ്. അവിടുത്തെ മുഖ്യ പൂജാരിയെ കർണാടക പോലീസ് പട്ടും വളയും നൽകി ആദരിച്ച് കർണാടകത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിന് കാരണമായ ഒരു സംഭവം, കർണാടകത്തിൽ നിന്ന് വന്ന ഒരു ഭക്തയ്ക്ക് തൻ്റെ പൂർണ്ണ ദർശനം നൽകുവാൻ പൂജാരി ശ്രമിച്ചതാണ് ഈ പട്ടും വളയും നൽകി ആദരിക്കാനുള്ള കാരണം. അതിലെ മഠാധിപതി ഇപ്പോൾ ഒളിവിലുമാണ്. വലിയ വാർത്തകളൊന്നും തന്നെ അതിൻ്റെ പേരിൽ ഉണ്ടായില്ല. അതിന് കാരണം ലക്ഷക്കണക്കിന് രൂപ നൽകി പരസ്യം നൽകുന്നൊരു ക്ഷേത്രമായതുകൊണ്ട് മാധ്യമങ്ങൾ പലരും ചെറിയൊരു വാർത്തയാക്കി മാത്രം അതിനെ കാണാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ന്യൂസ് ഇന്ത്യ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പല ആവർത്തി ഈ മുഖ്യ പൂജാരിയുടെ ലീലാവിലാസങ്ങളടങ്ങിയ ഓഡിയോ ക്ലിപ്പ് കേട്ടതിന് ശേഷമാണ് ഇതിൻ്റെ വാർത്ത അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കടക്കുവാനായിട്ട് ശ്രമിച്ചത്. കർണാടകയിൽ നിന്ന് ഒരു ഭക്ത ഈ ക്ഷേത്രത്തിൽ അവരുടെ ദുരിതങ്ങൾ ഒഴിയാൻ വേണ്ടിയിട്ട് വരുന്നു. 24,000 രൂപ മുടക്കി ഒരു പൂജ ചെയ്താൽ അതിൻ്റെ എല്ലാ പരിഹാരങ്ങളും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പക്ഷെ എങ്ങനെയോ അവിടുത്തെ മുഖ്യ പൂജാരിയായ അരുൺ ഈ സ്ത്രീയുടെ ഫോൺ നമ്പർ കയ്യിലാക്കുകയും അർദ്ധരാത്രി വരെ ഇവരെ നിരന്തരമായി വിളിച്ച് ഇവരുടെ പൂർണ്ണമായ ദിവ്യദർശനം നഗ്നരൂപത്തിൽ ദർശിക്കണമെന്ന് പൂജാരി ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ സ്ത്രീ അതിന് വിമുഖത കാണിച്ചപ്പോൾ തൻ്റെ മക്കളെ ആഭിചാരം ചെയ്ത് അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു കാര്യം പൂജാരി സാധിച്ചെടുത്തു. മാത്രമല്ല, പരോപകാര തൽപരനും സേവന തൽപരനുമായിട്ടുള്ള ആ പൂജാരി തൻ്റെ പൂർണ്ണ ദർശനം വീഡിയോ കോൾ വഴി ഈ സ്ത്രീക്കും സാധ്യമാക്കി കൊടുത്തു. അതിനുശേഷം ഇവരോട് തൃശ്ശൂർ വരുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അതെല്ലാം വീഡിയോ ക്ലിപ്പിലൂടെ ഓഡിയോയിലൂടെയും കൃത്യമായിട്ട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സുഹൃത്തിനെയും കൂട്ടി പൂജാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ തൃശ്ശൂർ വരാൻ തയ്യാറാകുന്നു. വണ്ടിയുടെ സമയവും എത്തുന്ന സ്ഥലവുമെല്ലാം കൃത്യമായി അറിഞ്ഞ പൂജാരി തൻ്റെ കൂടെയുള്ള സുഹൃത്തിനെ ഒഴിവാക്കാനായി ഈ ഭക്തയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊരു ഹണി ട്രാപ്പാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുവാനായ ശ്രമം മഠത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും കൃത്യമായി ഇയാളുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീയല്ല ഇവരെ ഹണി ട്രാപ്പിൽ പെടുന്നത്, മറിച്ച് ഈ പൂജാരിയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. താൻ ഒരു 2 മണിക്കൂർ സമയം മതി, ഹോട്ടലിലെ ഒറ്റ റൂമാണോ എടുക്കുന്നത്, ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ സുഹൃത്തിന് പ്രശ്നമാകുമോ, അതുകൊണ്ട് ഈ സുഹൃത്തിനെ മറ്റൊരു റൂമിലേക്ക് മാറ്റാവൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, താൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തൃശ്ശൂർ ഹോട്ടൽ റൂം എടുത്ത് തരാമെന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകാമെന്നുമൊക്കെ ഇയാൾ പറയുന്നതായിട്ട് വ്യക്തമായി നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാം. ഇതൊരു ഹണി ട്രാപ്പ് ആണെങ്കിൽ അവിടുത്തെ ഒരു സമ്പ്രദായം അനുസരിച്ചുകൊണ്ട് അവിടെ വരുന്ന ഭക്തരെ ഒന്നും അവിടെ നിന്ന് മുഖ്യ പൂജാരിമാരാരും തന്നെ വിളിക്കാറില്ല. മാത്രമല്ല, തങ്ങൾ പൂജ നടത്തി കാര്യം സാധിക്കാതെ വന്നാൽ അങ്ങോട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത
ഒരു വിഭാഗം ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ നമ്പർ മേടിച്ച് ഇത്രയധികം ഫോളോ അപ്പ് ചെയ്യും ഈ മുഖ്യ പൂജാരി ഈ തിരക്കിനിടയിൽ എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അങ്ങനെ ആ സ്ത്രീയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന വഴി കാറിൽ വച്ച് തന്നെ പൂജ ചെയ്യാനായിട്ട് ആവാഹനം ചെയ്യാനൊരു ശ്രമം നടത്തിയെന്നാണ് വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൻ്റെ പേരിലാണ് കർണാടക പോലീസ് പട്ടും വളയും നൽകി ആദരിച്ച് ഈ പൂജാരിയെ കർണാടകത്തിലേക്ക് ആനയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് എങ്ങനെയോ ഉണ്ണി ദാമോദരൻ എന്ന മഠാധിപതി പെട്ടുപോയി എന്നുള്ളതും മറ്റൊരു ദുഃഖസത്യമാണ്. അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കേട്ടറിവ് വെച്ച് അവിടുത്തെ മുഖ്യ പൂജാരിയായിട്ടുള്ള മഠാധിപതിയായ ഉണ്ണി ദാമോദരൻ ഇങ്ങനെയുള്ള ഒരു ശ്രമം നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരുപാട് സെലിബ്രിറ്റികളെ വെച്ച് പരസ്യം ചെയ്യുകയും അനേകം സെലിബ്രിറ്റികൾ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്ന ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടുന്നൊരു ക്ഷേത്രമാണ്. ഇതിനു മുമ്പ് ഈ മഠാധിപതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു കുൽസിതം ഇതിനു മുമ്പ് ആരുടെയും നേരെ നടന്നതായിട്ട് അറിവില്ല. മാത്രമല്ല അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പോയി പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന ആളെ ഈ കേസിൽ പെടുത്താനുള്ള ശ്രമം ഇവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ശത്രുക്കൾ നടത്തിയിട്ടുള്ളതാകാം എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ പൂജാരിയുടെ കാര്യത്തിൽ അങ്ങനെ വിശ്വസിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല. കാരണം ഇതിനു മുമ്പ് ക്ഷേത്രത്തിൽ വരുന്ന പല ആളുകളുടെയും നമ്പറുകൾ വാങ്ങി അവർക്ക് സ്വകാര്യമായി പൂജ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞതായിട്ട് പലരും സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് തന്നെ വെളിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ പൂജയ്ക്ക് ഒറ്റയ്ക്ക് വരണമെന്നും അങ്ങനെ വന്നാൽ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പലരെയും കൊണ്ടുവന്നു തൻ്റെ ദിവ്യദർശനം ലിംഗദർശനം നടത്തി കൊടുത്തു എന്നും അത് കണ്ട് ഭയന്ന് പലരും അവിടെ നിന്ന് പൂജ പൂർണ്ണമാക്കാതെ ഓടിപ്പോന്നതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂജാരിയുടെ കാര്യത്തിൽ സംശയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നില്ല. അയാളുടെ സംഭാഷണ ശകലങ്ങളിൽ നിന്ന് പോലും ഇയാൾ തീർച്ചയായും ഈ സ്ത്രീയെ ഒരു കെണിയിൽ പെടുത്താനായി ശ്രമിക്കുന്നതായിട്ടാണ് കാണുവാനായി സാധിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ട പല ഭക്തന്മാരും ഭഗവാന്റെ പ്രതിപുരുഷനായി പൂജാരിയെ കണ്ടവരും ഇയാളുടെ കാല് തൊട്ട് വന്ദിക്കാൻ ക്യൂ നിന്നവരുമൊക്കെ ഇപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയും ആശങ്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. തങ്ങൾ കാല് തൊട്ട് വന്ദിക്കുമ്പോൾ കാമാർത്ഥമായ കണ്ണുകളോടുകൂടി തങ്ങളെ ഇവയാൾ നോക്കിയിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പല ഭക്തരും. ഏതായാലും പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ഇത്തരമൊരു സംഭവം നടന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ഭക്തന്മാരെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ പോലും ആ ഒരു ക്ഷേത്രത്തിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം ചാർത്തുവാനായിട്ട് ഈ ഒരു സംഭവം മാത്രം മതി എന്നുള്ളതാണ് സത്യം. അതിനേക്കാൾ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന വർഷങ്ങളായി പാരമ്പര്യമായി ചാത്തൻ സേവയും ക്ഷേത്രാരാധനയും നടത്തുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തെ കൂടി ഈ ഒരു കേസിലേക്ക് വലിച്ചിഴക്കേണ്ട ഒരു സാഹചര്യം വന്നതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. കാരണം ആ കാറിൻ്റെ അകത്ത് ഉണ്ണി ദാമോദരൻ ഉണ്ടായിരുന്നു എന്നാണ് ഈ സ്ത്രീ മൊഴി കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു യാത്രയ്ക്ക് ഉണ്ണി ദാമോദരൻ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരിക്കലും വിശ്വസിക്കാനായി സാധിക്കില്ല. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള അനേകം ക്ഷേത്രങ്ങളുണ്ട്. പലരും വ്യാജന്മാരായിട്ട് ചാത്തൻ സേവ നടത്തുകയും ചാത്തൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ പൂജാരി ഇതുപോലെ തന്നെ ഒരു വ്യാജനാകാം. അയാളെ കണ്ടെത്തുവാനും അയാളുടെ സ്വഭാവം മനസ്സിലാക്കുവാനും ക്ഷേത്രാധികാരികൾക്ക് സംഭവിച്ച പിഴയായിട്ട് മാറാം ഇങ്ങനെയുള്ളൊരു കാര്യം. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരിയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രവണത ഉണ്ടായതോടുകൂടി ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം വന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇതൊരു ഹണി ട്രാപ്പാണ് എന്ന പേരിൽ ഏതൊക്കെ വാർത്ത പ്രചരിച്ചാലും ഇതൊരു ഹണി ട്രാപ്പാണ് എന്ന് വിശ്വസിക്കാനായിട്ടുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പൂജാരിയെ ദേവന്റെ പ്രതിപുരുഷനായി കണ്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ ആ പൂജാരി തന്നെ ഇത്തരത്തിലുള്ള ഒരു കാമദേവനായി മാറുകയും
തൻ്റെ കാമപ്പേക്കൂത്തുകൾ നടത്തുവാനായിട്ടുള്ള ഇരകളായി വരുന്ന ഭക്തന്മാരെ കാണുകയും ചെയ്യുന്നത് തീർത്തും പരിതാപകരവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ്. എന്തായാലും ഈ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു പൂജാരിയെ കർണാടക പോലീസ് കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഇവരുടെ മൊഴി ഏതു തരത്തിലാണ്, ഇതെങ്ങനെ ഉണ്ണിദാമോദരനെയും ആ ഒരു ക്ഷേത്രത്തെയും ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. നമസ്കാരം.